അടുത്തതായി ഇവിടെ സമ്മാനങ്ങളും വിവിധ തലങ്ങളിൽ മത്സരിച്ച് വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഇവിടെ നടത്തുന്നത്. അടുത്തതായി അനുമോദന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നീ മേഖലകളിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ക്രിയേറ്റർ, ഏറ്റവും നല്ല മലയാളി ബിസിനസ് പ്രൊമോട്ടർക്കുള്ള അവാർഡ് തസ്കർ അവാർഡ് ടൂറിസം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആൾ, നമ്മുടെ എല്ലാവരുടെയും തൊടുപുഴയിലെ സ്വന്തം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്രീ പ്രമോദ് ബാബു തൊടുപുഴ എന്നിവരെ ക്ഷണിക്കുന്നു. അവാർഡ് അനുമോദന ചടങ്ങിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയകുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി 100 ദിവസം കൊണ്ട് 100 കവിത എഴുതി 42ാം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച് മീനുകളുടെ സെമിത്തേരി എന്ന കവിത പുസ്തകം പ്രകാശനം ചെയ്തതിനുള്ള അവാർഡാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ശ്രീമതി സിന്ധുല രഘു, കവിയത്രി. അവാർഡ് നൽകുന്നതിനായി PR സോമൻ, ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ മെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സോ മച്ച്. അടുത്തതായി നമ്മുടെ ഇടയിൽ SSC പരീക്ഷയിൽ ഫുൾ A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി അഭിനവ് മനോജ്. ഈ കുട്ടി സംസ്ഥാന സ്കൂൾ കലോത്സവം ചെണ്ടമേളത്തിൽ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയ കുട്ടിയും കൂടിയാണ്. എല്ലാവരും ഒരു നല്ല കൈയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കാം. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ A ജയനെ ക്ഷണിച്ചുകൊള്ളുന്നു. SSLCയിൽ ഫുൾ A+ നേടിയ അമിത രഞ്ജിത്ത് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ ജിജോ ജോർജിനെ ക്ഷണിക്കുന്നു. സോ മച്ച്. അടുത്തതായി ദേവിക ജയകുമാർ. അവാർഡ് നൽകുന്നതിനായി വാർഡ് മെമ്പർ ടോണി കുര്യാക്കോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് അർച്ചന സുരേഷ് വേദിയിലേക്ക് കടന്നു വരിക. അവാർഡ് നൽകാനായി വാർഡ് മെമ്പർ M മധുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഭൂമിക വിഷു. അവാർഡ് നൽകാനായി വാർഡ് മെമ്പർ ജീന അനിലിനെ ക്ഷണിക്കുന്നു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ജോൺ വിൻസെന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിനായി പുതുപ്പെരിയാരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യുവിനെ ക്ഷണിക്കുന്നു.
കയ്യടി കൊടുക്കാം. അടുത്തതായി ദേവനന്ദ എസ്. അവാർഡ് നൽകുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബിനെ ക്ഷണിക്കുന്നു. അടുത്തതായി കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ഫസ്റ്റ്, ഗൗതം കൃഷ്ണ സംസ്ഥാന ഫുട്ബോൾ ടീം അംഗമാണ്. അവാർഡ് നൽകുന്നതിനായി ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ മെമ്പർ ടി ആർ സോമനെ ക്ഷണിക്കുന്നു. ഗോപി കൃഷ്ണ ജില്ലാ ഫുട്ബോൾ ടീം അംഗമാണ്. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ എ ജയനെ ക്ഷണിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ്, വിഷ്ണു അജി യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 800 മീറ്ററിൽ 3rd പ്രൈസ് കരസ്ഥമാക്കിയതാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിഷ്ണു അജി. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ ജിജോ ജോർജിനെ ക്ഷണിക്കുന്നു. വിഷ്ണു അജി. അടുത്തതായി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളെ ക്ഷണിക്കുന്നതാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയാണ്. ഫസ്റ്റ്, അശ്വനിക് NS പഞ്ചവാദ്യം ചെണ്ടമേളം എന്ന വിജയമാണ് ഈ കുട്ടി നേടിയിരിക്കുന്നത്. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ ജിജോ ജോർജിനെ ക്ഷണിച്ചു. വൈഗ രാജേഷ് ഫോർ മോഹിനിയാട്ടം. അവാർഡ് നൽകുന്നതിനായി തോമസ് ജോൺ ക്ലബ് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ്, കൃഷ്ണജിത്ത് VS കടം കഥ. അവാർഡ് നൽകുന്നതിനായി ബ്ലോക്ക് മെമ്പർ എ ജയനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ്, വേദിക നൈജു നാടോടി നൃത്തം. അവാർഡ് നൽകുന്നതിനായി പുതുപ്പരിയാരം സർവീസ് ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യുവിനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ്, ദേവനാരായണൻ പൂരക്കളി. അവാർഡ് നൽകുന്നതിനായി വാർഡ് മെമ്പർ M മധുവിനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ്, അദിതി എബിൻ നാടോടി നൃത്തം. അദിതി എബിൻ. അവാർഡ് നൽകുന്നതിനായി വാർഡ് മെമ്പർ ജീന അനിലിനെ ക്ഷണിക്കുന്നു.
അടുത്തതായി ആദ്യ എബിൻ, കന്നഡ പദ്യം ചൊല്ലൽ. ആദ്യ എബിൻ അവാർഡ് നൽകുന്നതിനായി വാർഡ് മെമ്പർ ടോണി കുര്യാക്കോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആയുഷ് അനിൽ, നാടകോത്സവം. അവാർഡ് നൽകുന്നതിനായി പ്രസിഡന്റ് PS ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനിൽ ഫോർ ഡിജിറ്റൽ പെയിന്റിംഗ്. അവാർഡ് നൽകാനായി ക്ലബ് പ്രസിഡന്റ് തോമസ് ജോണിനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് ദേവലക്ഷ്മി S ഫോർ വെസ്റ്റേൺ വയലിൻ. അവാർഡ് നൽകാനായി TR സോമൻ, ഇടുക്കി ജില്ലാ ലൈബ്രറി കമ്മിറ്റി മെമ്പറിനെ ക്ഷണിക്കും. ഒരു നല്ല കൈയടി കൊടുക്കാം. And finally, കൃഷ്ണദേവ് VS LSS വിന്നർ, ലോവർ സെക്കൻഡറി സ്കൂൾ സ്കോളർഷിപ്പ് എക്സാമിനാണ് ഈ കുട്ടി വിജയം നേടിയിരിക്കുന്നത്. അവാർഡ് നൽകുന്നതിനായി വാർഡ് മെമ്പർ M മധുവിനെ ക്ഷണിക്കുന്നു. അവാർഡ് ദാനം ഇവിടെ സമാപിക്കുകയാണ്. നൽകിയ എല്ലാവർക്കും നന്ദി.